ജനപ്രിയ മദ്യമായ ജവാൻ ബെവ്കോ ഔട്ട്ലെറ്റുകളിൽ കിട്ടാനില്ല. തിരുവല്ലയിലെ ഗോഡൌണിൽ നിന്നും 2 ദിവസമായി മദ്യം കയറ്റി അയക്കുന്നത് നിർത്തി. പാക്കിംഗ് സാമഗ്രികളുടെ അഭാവമാണ് കാരണം. ചന്തു ചന്ദ്രശേഖർ വിവരങ്ങളുമായി ചേരുകയാണ്. ചന്തു, എന്തായാലും ജനപ്രിയ മദ്യമാണ് ജവാൻ, അതിനാണ് ഇപ്പോൾ ക്ഷാമം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. പലയിടത്തും കിട്ടാൻ പൂർണ്ണമായും ലഭിക്കുന്നില്ല എന്നുള്ളത് കൂടിയുണ്ട്. ഈ ഒരു വാർത്ത നൽകിയപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കമന്റാണ്, ഈ സാമഗ്രികൾ കിട്ടാനില്ലാത്തത് കൊണ്ടാണല്ലോ ജവാൻ ഇത്തരത്തിൽ കിട്ടാത്തത്, ലഭ്യമാകാത്തത്. അതുകൊണ്ട് കാലിക്കുപ്പിയുമായിട്ട് അവിടെ വന്നു കഴിഞ്ഞാൽ ലഭിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ആളുകൾ ചോദിക്കുന്നുമുണ്ട്. അപ്പോൾ ജവാൻ അത്രമാത്രം ജനപ്രിയതയുണ്ട്, സ്വീകാര്യതയുണ്ട്. അപ്പോൾ എന്താണ് അവിടെ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്? ഇത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? സ്വാതി, ജനപ്രിയ ബ്രാൻഡ് എന്നതിനപ്പുറം അതിൻ്റെ വില കുറവാണ് എന്നതുകൂടി ജവാനെ ഈ ജനകീയ ഉൽപ്പന്നമായി തന്നെ നിലനിർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആൾക്കാർ ഇത്തരത്തിൽ സ്വാതി സൂചിപ്പിച്ചതുപോലെ സോഷ്യൽ മീഡിയയിലടക്കം ജവാൻ കിട്ടാനില്ല എന്നതിൽ പ്രതികരണവുമായി എത്തുന്നതും. എന്തായാലും തിരുവല്ലയിലെ TSEL ഗോഡൌണിൽ നിന്നാണ് ഇതിൻ്റെ ഉൽപ്പാദനവും അവിടെ നിന്നാണ് ഈ മദ്യം ബെവ്കോയുടെ ഔട്ട്ലെറ്റുകളിലേക്ക് എത്തുന്നതും. പക്ഷേ കഴിഞ്ഞ 2 ദിവസമായി അവർ ഉൽപ്പാദനം കുറച്ചിട്ടുണ്ട്. അത് ഉൽപ്പാദിപ്പിക്കുന്നത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ക്ഷാമം അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ട് ഉണ്ടായതുകൊണ്ടല്ല, പകരം ഈ ഉൽപ്പന്നം കയറ്റി അയക്കുന്നത് അല്ലെങ്കിൽ ബോട്ടിലുകളിലേക്ക് നിറയ്ക്കുന്നതിനും അത് ബെവ്കോയുടെ ഔട്ട്ലെറ്റുകളിലേക്ക് വിതരണം ചെയ്യുന്നതിനുമുള്ള അവസ്ഥ നിലവിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അത് പ്രധാനമായും ഈ ബോട്ടിൽ അതിൽ പതിപ്പിക്കുന്ന സ്റ്റിക്കർ അടക്കമുള്ള സാമഗ്രികളുടെ ലഭ്യത കുറവുണ്ട്. ആ സാഹചര്യത്തിലാണ് ഉൽപ്പാദനം അവർ കുറച്ചിരിക്കുന്നതും. കഴിഞ്ഞ 2 ദിവസമായി തിരുവല്ലയിലെ ഈ TSEL-ൽ നിന്നും ഔട്ട്ലെറ്റുകളിലേക്ക് മദ്യം വിതരണം ചെയ്യാത്തതും. അതിൽ പ്രധാനമായി വില കൂടുതൽ, അതായത് ഈ പശ്ചിമേഷ്യൻ യുദ്ധം സ്വാഭാവികമായും ലോകത്തെ ആകെ പിടിച്ചുലയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാ സാധനങ്ങൾക്കും വില കൂടിയ അവസ്ഥ വന്നിട്ടുണ്ട്. അത് ഈ ബോട്ടിൽ മറ്റ് സാമഗ്രികളുടെ വില കൂടുതൽ അതിലേക്കും എത്തിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ നേരത്തെ നൽകിയ ടെൻഡർ അനുസരിച്ചുള്ള വിലയിലാണ് മദ്യം അവിടെ നിന്നും പാക്ക് ചെയ്യുകയും വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നത്. പക്ഷേ ആ നിലയിൽ ഇപ്പോൾ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ പുതുക്കിയ വില നിശ്ചയിക്കേണ്ടതുണ്ട് ഈ സാമഗ്രികൾക്ക്. അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകം ടെൻഡർ ക്ഷണിക്കേണ്ടതുണ്ട്. അവിടുത്തെ ഗോഡൌൺ മാനേജർക്കോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർക്കോ അത് ഏകപക്ഷീയമായി തീരുമാനിക്കാൻ കഴിയുന്നതല്ല. അതിന് സർക്കാരിന് അല്ലെങ്കിൽ ബെവറേജ് കോർപ്പറേഷൻ MD-ക്കാണ് ആ തീരുമാനം എടുക്കേണ്ടത്. ആ തീരുമാനം ഉണ്ടാകാത്തതാണ് പ്രധാനമായും ഈ ഉൽപ്പന്നം കയറ്റി അയക്കാൻ കഴിയാത്തതും അത് ഔട്ട്ലെറ്റുകളിൽ ലഭ്യമാകാത്തതും എന്നതാണ് ഈ TSEL അധികൃതർ വ്യക്തമാക്കുന്നത്. എന്തായാലും പുതുക്കിയ ടെൻഡർ ക്ഷണിക്കേണ്ടതുണ്ട്. ടെൻഡർ ക്ഷണിച്ച് ഈ ഉൽപ്പന്നങ്ങൾ അവിടെ എത്തിക്കുകയും അതിനനുസരിച്ച് പാക്ക് ചെയ്ത് വിതരണം ചെയ്യുക മാത്രമേ സാധ്യമാകുകയുള്ളൂ. എന്തായാലും സർക്കാരിന് ഇത് സംബന്ധിച്ച് ഈ കമ്പനി അധികൃതർ അല്ലെങ്കിൽ ഗോഡൌൺ അധികൃതർ കത്ത് നൽകിയിട്ടുണ്ട്. ബെവറേജ് കോർപ്പറേഷൻ MD-ക്കാണ് ഇത് സംബന്ധിച്ച കത്ത് നൽകിയിട്ടുള്ളത്. പക്ഷേ ഇത് ഇതുവരെ പരിഗണിക്കപ്പെട്ടിട്ടില്ല. എന്തായാലും അടുത്ത ആഴ്ചയോടുകൂടി ഇത് സംബന്ധിച്ചുള്ള ഈ അനിശ്ചിതത്വം അല്ലെങ്കിൽ പ്രതിസന്ധി അത് തീർക്കാൻ കഴിയുമെന്നാണ് TSEL അധികൃതർ വ്യക്തമാക്കുന്നത്. അടുത്ത ആഴ്ചയോടുകൂടി ഇത് സംബന്ധിച്ചുള്ള വിഷയങ്ങളെല്ലാം പരിഹരിക്കാൻ കഴിയും. അവിടെ നിന്നും നേരത്തെ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഈ മദ്യം ബിവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ എന്തായാലും കേസ് കണക്കിന് മദ്യം അവിടെ നിന്നും പോയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ജവാനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആവശ്യക്കാർ ഏറെയാണ്, വിലക്കുറവുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അത് കൂടുതലായി ജനകീയമായി ആൾക്കാർ വാങ്ങുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ആവശ്യക്കാർ ഈ ഔട്ട്ലെറ്റുകളിലേക്ക് കൂടുതലായി ചോദിച്ചെത്തുന്ന മദ്യം എന്ന നിലയ്ക്ക് കൂടി അതിനെ പരിഗണിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ പ്രതിസന്ധി പരിഹരിക്കുക എന്നതാണ് ഈ TSEL ഗോഡൌൺ അല്ലെങ്കിൽ അധികൃതരും ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഈ ബിവറേജ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നടപടികൾ വേഗത്തിൽ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ടെൻഡർ പുതുക്കി തീരുമാനിക്കുന്ന നടപടികൾ ഉടൻ തന്നെ പൂർത്തിയാക്കാൻ കഴിയും. അതനുസരിച്ച് അടുത്ത ആഴ്ച തന്നെ ഈ പ്രതിസന്ധിക്ക് അയവ് വരുത്തും എന്നാണ് ഇപ്പോൾ അധികൃതർ വിശദമാക്കുന്നത്. ശരി ചന്തു, എന്തായാലും ജനങ്ങളുടെ ഒരു അഭ്യർത്ഥന മാനിച്ച് എത്രയും വേഗം തന്നെ ഇത് ലഭ്യമാകട്ടെ എന്നുള്ളതാണ്. അതിനുള്ള നടപടികൾ ബന്ധപ്പെട്ട അധികൃതർ സ്വീകരിക്കും. ആ വിവരങ്ങളാണ് ചന്തു നൽകിയത്.